നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന കരുത്തരുടെ പോരാട്ടം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 വീതം ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും നേടിയിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡാണ് സിറ്റിക്ക് വേണ്ടി ആദ്യം ലീഡ് നേടിയത്. പക്ഷേ കലാഫിയോറിയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നു. പിന്നീട് ഗബ്രിയേലിൻ്റെ ഗോൾ പിറന്നതോടുകൂടി 1-നെതിരെ 2 ഗോളുകൾക്ക് ആഴ്സണൽ മുന്നിലെത്തി എന്നുള്ളതാണ്. പക്ഷേ ട്രൊസാർഡിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവേണ്ടി വന്നത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. രണ്ടാം പകുതിയിൽ 10 പേരെ വെച്ചുകൊണ്ടാണ് ആഴ്സണൽ പൊരുതിയത്. അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അവസാനത്തിൽ ജോൺ സ്റ്റോൺസ് നേടിയ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി സമനില പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 10 പേരായി ചുരുങ്ങിയതോടുകൂടി പ്രതിരോധത്തിലേക്ക് പിൻവലിയുക എന്ന ഓപ്ഷൻ അല്ലാതെ ഗണ്ണേഴ്സിന് മുന്നിൽ മറ്റൊരു ഓപ്ഷനുകൾ ഇല്ലായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ആഴ്സണലിൻ്റെ ഗോൾ കീപ്പറായ ഡേവിഡ് റയയുടെ ഒരു പ്രകടനമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ അത്രയും നേരം പിടിച്ചു നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു മികവ് തന്നെയാണ്. ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്ലെയർ ഓഫ് ദി മാച്ച് ഡേവിഡ് റയയാണ്. 9 സേവുകളാണ് മത്സരത്തിൽ ആകെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിലെ 6 സേവുകളും ബോക്സിനകത്ത് വെച്ച് പിറന്ന ഷോട്ടുകളിൽ നിന്നുള്ളതായിരുന്നു. 0.41 ഗോൾസ് പ്രിവെൻറ്റ് ചെയ്യാൻ അഥവാ തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 3 ഹൈ ക്ലെയിംസ് വരുന്നുണ്ട്. സോഫ സ്കോറിൻ്റെ റേറ്റിംഗ് ആയിക്കൊണ്ട് 8.6 വരുന്നത്. അങ്ങനെ ഒരു തകർപ്പൻ പ്രകടനമാണ് ഡേവിഡ് റയ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മാത്രമല്ല സോഫ സ്കോർ അവസാനത്തെ ആഴ്സണലിൻ്റെ 3 മത്സരങ്ങളിലെയും മാൻ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തിരഞ്ഞെടുത്തത് ഡേവിഡ് റയയെ തന്നെയാണ്. ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തുന്നു. കഴിഞ്ഞ അറ്റ്ലാന്റക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആഴ്സണൽ ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിരുന്നത്. ആ മത്സരത്തിൽ മാറ്റിയോ റെറ്റേഗയുടെ ആ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ഡബിൾ സേവ് ആയിരുന്നു ഡേവിഡ് റയ നടത്തിയിരുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്നാണ് ഡേവിഡ് റയയെ ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഇപ്പോൾ ആർട്ടറ്റയ്ക്കും സംഘത്തിനും വലിയ ഒരു ആശ്വാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.